ഈ ഷൂട്ടിംഗ് എടുക്കുന്ന സമയത്ത് രാത്രി 1 മണി കഴിഞ്ഞ് 1:41 ആണ് സമയം. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ അവിടെ സെക്യൂരിറ്റി നടക്കുന്നുണ്ട്. നോക്കൂ, ഡ്രാഗൺ മാർട്ടിൻ്റെ അവിടുന്ന് മൊറോക്കോയിലേക്ക് വരുന്ന റോഡാണിത്. G01 വരുന്ന, അതായത് നമ്മളെ റൂമിലേക്ക് നടന്നു വരികയാണ് ഞാൻ. എത്ര സൂപ്പറായിട്ടാണ് റോഡ് കിടക്കണം കേട്ടോ. നമ്മൾ ടോർച്ചിൻ്റെ ഒന്നും ആവശ്യമില്ല. എത്ര ലൈറ്റാണ് റോഡിൻ്റെ നടുവിൽ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ബിൽഡിംഗ് മേലാണെങ്കിലും കംപ്ലീറ്റ് ലൈറ്റ് അറേഞ്ച്മെൻ്റ് കൊണ്ട് ലൈറ്റിൽ കുളിച്ച് നിൽക്കുന്ന ദുബായ് ഇൻ്റർനാഷണൽ സിറ്റി എന്ന് തന്നെ പറയാം. അതിൻ്റെ ഇടയിൽ അങ്ങിങ്ങായിട്ടുള്ള വണ്ടികൾ, ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ ഇങ്ങനെ പോകും. അപ്പോൾ നടന്നു പോകുമ്പോഴൊക്കെ ഒരു പകൽ നടന്നു പോകുന്നൊരു ഫീലാണ് ശരിക്കും കിട്ടണം കേട്ടോ. എല്ലാം കാണില്ല, ഞങ്ങൾക്ക് പുല്ലുകൾ വരെ കാണുന്നുണ്ട് സൈഡിലുള്ള, സെൻറ്ററിലുള്ള മരങ്ങൾ, അതിൻ്റെ ഇലകൾ. പിന്നെ റോഡ് സൈഡിലാണ് കട്ട പതിച്ച സ്ഥലം. ദെൻ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കാൻ നല്ല സിമ്പിൾ സ്ഥലമാണിത്. ഇൻ്റർനാഷണൽ സിറ്റി ദുബായ്. ഇത് ഇൻ്റർനാഷണൽ സിറ്റി എന്ന് പറയുമ്പോൾ ഒരു അക്കോമഡേഷൻ്റെ ഒരു ഏരിയയാണ് കേട്ടോ. ലാബേഴ്സ് അക്കോമഡേഷൻ ഏരിയയാണ്. പേര് കേൾക്കുമ്പോൾ ഭയങ്കര സിറ്റിയാണ് എന്നുള്ള ഇത് ചിന്തിക്കേണ്ട. ഇവിടെ ഓരോ ബിൽഡിങ്ങിനും ഓരോ രാജ്യങ്ങളുടെ പേരാണ്. ഇതൊക്കെ ചൈന ഏരിയയാണ് ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആ ബിൽഡിങ്ങിലൊക്കെ ചൈന 02, F12, G06 അങ്ങനെ ഓരോ നമ്പർ ഉണ്ടാവും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് മൊറോക്കോ ബിൽഡിങ്ങുകളാണ്. അങ്ങനെ ഓരോ ബിൽഡിംഗ് ഏരിയകൾക്കും ഓരോ രാജ്യത്തിൻ്റെ പേര് കൊടുത്തുകൊണ്ടാണ് ഇത് ഇൻ്റർനാഷണൽ സിറ്റി എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് അക്കോമഡേഷൻ ഏരിയയാണ്, ലേബേഴ്സ് അക്കോമഡേഷൻ ഏരിയ. ദുബായിലെ ലൈഫുണ്ടായ ഒരുവിധ ആൾക്കാരൊക്കെ ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ടാവും. സ്നേഹിതന്മാരെ കാണാനോ, അല്ലെങ്കിൽ സ്വന്തം കമ്പനീൻ്റെ അക്കോമഡേഷനോ, അല്ലെങ്കിൽ ഡ്രാഗൺ മാർട്ട് കാണാനോ അങ്ങനെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഏതായാലും രാത്രി ഒരു 2 മണിയോടടുത്ത സമയത്തൊക്കെ നടക്കുമ്പോൾ ഉള്ള ഒരു ഫീലാണിത്. ഒരാളവിടെ നടന്നു വരുന്നുണ്ട്, ഇന്നെ പോലുള്ള ഒരാളാണ് തോന്നുന്നു. ഒരാൾ നടന്നു വരുന്നുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ. ഒരു ഇതേമാതിരി മൊബൈലിൽ നോക്കി താല കീപ്പടിട്ട് അങ്ങനെ നടന്നു വരികയാണ്. ഞാൻ ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ടിനെ എയർപോർട്ടിൽ പോയിട്ട് എടുത്തു കൊടുത്തിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് റൂമിലേക്ക് നടക്കണ ഒരു സമയമാണ്. അവനെ റൂമിൽ കൊണ്ടാക്കി എന്നിട്ട് ഞാൻ വണ്ടി കൊണ്ടുപോയി നിർത്തി അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ളൊരു വൈബ് ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു റോഡ് സൈഡിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്, നേരെ മുന്നിൽ നോക്കിയില്ല, അവിടെ ദൂരെ മൂപ്പരെന്തോ മൊബൈലും കണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ റോഡ് സൈഡിൽ ഇങ്ങനെ വണ്ടി കാത്തിരിക്കുമായിരിക്കും. അങ്ങനെ എന്തോ ആണ് സംഭവം. 2-3 ആൾ അവിടെ റോഡ് സൈഡിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ ദുബായ് വൈബ്സ്